ഹലോ, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന പുട്ട് ഐസ്ക്രീമാണ്. അപ്പോൾ വേണ്ടത് ടൂട്ടി ഫ്രൂട്ടിയും പിന്നെ കശുവണ്ടിയും പിന്നെ മുന്തിരിയും പിന്നെ ജെൻസ് മിഠായിയും പിന്നെ ഇതും പിന്നെ കോൺഫ്ലെക്സ്. അതിന് വേണ്ട ഐസ്ക്രീം, 2 ഐസ്ക്രീം, പിന്നെ ഐസ്ക്രീമും പിന്നെ പുട്ട് കാണാം. അത്ര സാധനങ്ങളാണ് വേണ്ടത്. പുട്ട് കാണാൻ അരമണിക്കൂർ ഫ്രീസറിൽ വെച്ച് തണുപ്പിച്ചെടുത്തേക്കാണ്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ നിറക്കണതാണ്. ഇവയാണ് ഇന്ന് ചെയ്യാൻ പോണത്. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ട് നോക്കാം എങ്ങനെയുണ്ടെങ്കിൽ. പുട്ടുകണയുടെ ഉള്ളിൽ ഇതിൻ്റെ ചില്ല് നമ്മൾ ഇട്ടിട്ടുണ്ട്. ഇങ്ങനെ നമ്മൾ ഐസ്ക്രീം നിറക്കണതാണ്. ആദ്യം തന്നെ നമുക്ക് ഇത് ഇടും, കുറച്ചിടും, എല്ലാം കുറച്ചിടും. അത് തന്നെ മതി. നീ ഇതിട്ട് എല്ലാം ഇട്ടോ, കുറച്ച് ഇത് ഇടണം. ഇട്ടോ. ഇവക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പം ഞാൻ കൂടി ഒന്ന് സഹായിച്ചു കൊടുക്കാൻ ഇടാൻ വേണ്ടി. നമ്മളിങ്ങനെ ഐസ്ക്രീം ഇടില്ല. ഐസ്ക്രീം ഇട്ടോ. ബട്ടർ സ്കോച്ചിൻ്റെ ഫ്ലേവറാണ് നമ്മൾ ഇടുന്നത്. ഇപ്പോൾ ബട്ടർ സ്കോച്ച് ഇതൊന്ന് നിറച്ച് കൊടുക്കുന്നുണ്ട് ഉള്ളിലേക്ക് ആവാൻ വേണ്ടി. ഇനി നമ്മൾ ഇടാൻ പോണത് സ്ട്രോബെറിയുടെ ഫ്ലേവറാണ് ഇടാൻ പോണത്. ഇനി നമ്മൾ വാനിലയുടെ ഫ്ലേവറാണ് ഇടാൻ പോണത്. ഇപ്പം നമ്മുടെ ഐസ്ക്രീം ഫുള്ള് നിറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് ഇതവിടെ വെച്ച് മുടിക്കുക. അപ്പോൾ 4 മണിക്കൂർ ഫ്രീസറിൽ വെച്ച ശേഷം നമുക്കിത് എങ്ങനെയുണ്ടെന്ന് നോക്കാം. അപ്പോൾ 4 മണിക്കൂർ നമുക്ക് വെയിറ്റ് ചെയ്യാം. തുറന്നു വെച്ചോ, കിടത്തി വെക്കുന്നു. പുട്ട് ഐസ്ക്രീം നമ്മൾ എടുത്തിട്ടുണ്ട്. തണുപ്പിച്ച് വെച്ച പുട്ട് ഐസ്ക്രീം നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആദ്യം തുറക്കാം.
പുട്ട് ഐസ്ക്രീം നോക്ക് എന്താ നോക്കി കിടില. ഇതൊക്കെ വേണ്ടി ഞാനൊന്ന് കുത്തി നോക്കണേണ്. അപ്പൊ നമ്മുടെ പുട്ട് ഐസ്ക്രീം റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് പുട്ട് ഐസ്ക്രീമിൽ ഈ സാധനം ഇട്ട് കൊടുത്താലേ. അപ്പൊ പുട്ട് ഐസ്ക്രീമിൽ ഈ സാധനങ്ങൾ ഇട്ട് കൊടുക്കണം. നോക്ക് ഇനി നമുക്ക് ആവശ്യത്തിന് ഒരു ജെൻസിട്ടായി വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് കഴിച്ചു നോക്കാം എങ്ങനെയുണ്ടെന്ന്. പറ്റൂല ഈ സൈഡിൽ നിന്ന് പറ്റില്ല. അപ്പൊ നമ്മള് പുട്ട് ഐസ്ക്രീം എടുത്തിട്ടാണ് കേട്ടാ. ടൈറ്റ് ആയിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല. നമുക്കിത് എടുത്തിട്ട് തിന്നു നോക്കാം. ഉപ്പ് നോക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.